നമസ്കാരം, ഏവർക്കും കാർമിക് സൈക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. പല വിധത്തിലുള്ള തിരക്കുകളിൽ ഉൾപ്പെട്ടു പോയതിനാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രവിശ്യയിലെ സറി എന്ന സിറ്റിയിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ മകൻ ഇവിടെ തന്നെയുള്ള ഒരു സ്കൂളിൽ KG കംപ്ലീറ്റ് ചെയ്തു. ഈ സമ്മർ വെക്കേഷൻ കഴിഞ്ഞാൽ സെപ്റ്റംബർ മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പ്രവേശിക്കും. ഇക്കഴിഞ്ഞ ഏപ്രിൽ 30 സറി സ്കൂൾ ഡിസ്ട്രിക്ട് ആർട്സ് ഫെസ്റ്റിവൽ ഇവിടെ സറി സിറ്റിയിലുള്ള ബെൽ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിൽ വെച്ച് നടന്നു. ചെറിയൊരു പെർഫോമൻസുമായി ഞങ്ങളുടെ മകനും അതിൽ പങ്കെടുത്തു എന്നത് എന്നെയും ഐശ്വര്യയെയും സംബന്ധിച്ച് സന്തോഷം പകരുന്ന കാര്യമാണ്. സറി സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെട്ട നിരവധി സ്കൂളുകളിൽ നിന്നും വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ വന്ന് അവിടെ പെർഫോം ചെയ്തുവെങ്കിലും അതിൽ ഒരു പെർഫോമൻസ് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. കാനഡ എന്ന രാജ്യത്തെപ്പറ്റിയും ഇവിടെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് ശക്തമായി വിയോജിപ്പുണ്ടെങ്കിലും ഇവിടെ നിലനിന്ന് പോകുന്ന സംസ്കാരത്തിൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന ആസ്പെക്റ്റിനെ ഈ രാജ്യം എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതിന് ഉദാഹരണമായിരുന്നു ആ പെർഫോമൻസ്. ഇവിടുത്തെ കുട്ടികളുടെ ചിത്രം പകർത്തുവാനോ പബ്ലിക് ഡൊമൈനിൽ പ്രദർശിപ്പിക്കുവാനോ ഈ രാജ്യത്ത് നിയന്ത്രണങ്ങളുള്ളതിനാൽ ആ പെർഫോമൻസിൻ്റെ വീഡിയോയോ ദൃശ്യങ്ങളോ എനിക്ക് പങ്കുവയ്ക്കാൻ സാധ്യമല്ല. അന്നത്തെ ആ ഗ്രൂപ്പ് പെർഫോമൻസിൽ ജന്മനാ വൈകല്യമുള്ള വീൽ ചെയറിൽ ഇരുന്ന ഒരു കുട്ടിയെയും ആ കുട്ടിയെ പെർഫോം ചെയ്യിപ്പിച്ച അതിനേക്കാൾ ഇത്തിരി മുതിർന്ന ഒരു 4ലോ 5ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിരുന്നു ആ പെർഫോമൻസിലെ ഹൈലൈറ്റ്. പാട്ടിനനുസരിച്ച് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആ ഗ്രൂപ്പിനൊപ്പം തന്നെ താളത്തിനനുസരിച്ച് വീൽ ചെയർ ചലിപ്പിക്കുകയായിരുന്നു ആ മുതിർന്ന കുട്ടി. അതോടൊപ്പം തന്നെ വീൽ ചെയർ ചലിപ്പിക്കാതിരിക്കുമ്പോൾ അതീവ ശ്രദ്ധയോടെ അതിൻ്റെ വീൽ ലോക്ക് ബന്ധിപ്പിക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. ആ ഗ്രൂപ്പിനൊപ്പം വീൽ ചെയറിലിരിക്കുന്ന കുട്ടി ഏറെ സന്തോഷവാനായി താളം പിടിച്ചുകൊണ്ട് അവനാൽ കഴിയും വിധം പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാരണവശാലും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടിയല്ല ആ കുട്ടിയെ പെർഫോം ചെയ്യിപ്പിച്ചത് എന്ന് ആ ഗ്രൂപ്പിൽ പെർഫോം ചെയ്ത ഓരോ കുട്ടിയുടെയും ബോഡി ലാംഗ്വേജിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മറിച്ച് ആ കുട്ടിയെ, തങ്ങളുടെ സഹപാഠിയെ അവൻ്റെ വൈകല്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താതെ തങ്ങളോടൊപ്പം തങ്ങളിലൊരാളായി കൂടെ നിർത്തിയ ആ ഇളം മനസ്സുകൾ നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ശാരീരിക മാനസിക വൈകല്യങ്ങളാൽ വെല്ലുവിളി നേരിടുന്ന ഒരു സമൂഹം ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ ഒരു വലിയ അളവിൽ നമുക്ക് പ്രത്യാശ നൽകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, സമൂഹത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുരുന്നുകളെ, വ്യക്തികളെ, സമൂഹത്തെ നമ്മോടൊപ്പം നമ്മുടെ കൂടെ ചേർത്ത് നിർത്താം എന്ന മനോഭാവം ശക്തമായും സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടത് സമകാലിക സമൂഹത്തിൻ്റെ അനിവാര്യതയായി ഞാൻ കരുതുന്നു. അതിന് കാനഡ പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുടരുന്ന ഇത്തരം നന്മ നിറഞ്ഞ പെരുമാറ്റവും രീതികളും നമുക്ക് അവലംബിക്കുവാനും അത് നമ്മുടെ സമൂഹത്തിലേക്കും നാം ജീവിക്കുന്ന ചുറ്റുപാടിലേക്കും പകർത്തുവാനും ശ്രമിക്കാം. റെയിൻ മാൻ എന്ന സിനിമയ്ക്ക് പ്രചോദനമായ റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ഉണ്ട് മിസ്റ്റർ കിം പീക്ക്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, റെക്കഗ്നൈസിങ് ആൻഡ് റെസ്പെക്ടിങ് ഡിഫറൻസസ് ഇൻ അതേഴ്സ് and treating everyone like you want them to treat you will help make our world better place for everyone. ഈ വാക്യം മനുഷ്യരുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും അവരുടെ കഴിവുകൾ, ചിന്തകൾ, ജീവിതശൈലി എന്നിവയിൽ വ്യത്യസ്തമാണ്. ഈ വ്യത്യാസങ്ങൾ അംഗീകരിച്ച് എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുമ്പോൾ നമ്മൾ ഒരു സഹിഷ്ണുതയും സമത്വവും നിറഞ്ഞ സമൂഹം സൃഷ്ടിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർ എങ്ങനെ നമ്മോട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മൾ അവരോടും പെരുമാറണം. ഇതാണ് സ്നേഹവും മാനവികതയും നിറഞ്ഞ ലോകം സൃഷ്ടിക്കാൻ ഏറ്റവും നല്ല മാർഗം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് കാർമിക് സൈക്കിൾ ബൈ സനീഷ് സൈനിങ് ഓഫ്.